ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ചിന്തയുടെ തുടർച്ചയായിട്ടെടുക്കാം. ദൈവത്തെ അറിയുന്ന മനുഷ്യരുടെ പ്രകാശം എന്താണെന്ന്, ബലം എന്താണെന്ന്. CL മൂഡി എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ, അമേരിക്കക്കാരനാണ്. ആഫ്രിക്കയിലായിരുന്നു 37 വർഷങ്ങൾ, ചെറുതൊന്നുമല്ല, 37 വർഷങ്ങൾ കർത്താവിനെ പറഞ്ഞു നടന്ന വർഷങ്ങൾ. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കപ്പലിലാണ് യാത്ര. കൂടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞാണ് നാട്ടിലേക്ക് പോകുന്നത്, പ്രിയപ്പെട്ടവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും. മൂടി പറയുന്നുണ്ട്, നിങ്ങളെന്താ പറയണേ, 37 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. എന്നെ നോക്കി നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും. കപ്പൽ കരയ്ക്കടുക്കുന്നു. അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാരും കൂട്ടുകാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇയാളെ കാത്ത ആരുമില്ല. മുടി കുറിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത ആ പോർട്ടിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ കരഞ്ഞുപോയി എന്ന് പറയണേ. അവിടെ കിടന്ന് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഇത്രയും കാലം നിനക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ലല്ലോ. പെട്ടെന്ന് സ്വർഗത്ത് ഒരു നിലവിളിയും തള്ളിക്കളയാത്ത സ്വർഗം മൂടിയുടെ നിലവിളിയും കേൾക്കുന്നുണ്ട്. അയാളോട് പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നുണ്ട്, മൂടി നിന്നോട് ആരാ പറഞ്ഞേ നീ നിന്റെ സ്വന്തം വീട്ടിലെത്തിയെന്ന്? നീ നിന്റെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ മാലാഖമാരോടൊപ്പം ഞാനും ഉണ്ടാവും. നിന്നെ സ്വീകരിക്കാൻ മാലാഖമാരോടൊപ്പം ഞാനും ഉണ്ടാവും നീ സ്വന്തം വീട്ടിലെത്തുമ്പോൾ. പിന്നീട് അയാളെക്കുറിച്ച് പറയണത്, ഇതിൻ്റെ ഇരട്ടിക്കിരട്ടി പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ജീവിതത്തിൻ്റെ കയ്പനുഭവങ്ങളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയിട്ട് അതിനൊന്നിനും ഇയാളെ ഉലയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അയാൾക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. യോഹന്നാനെ ഓർക്കണം, സുവിശേഷത്തിൽ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന ഒരു മനുഷ്യൻ, അയാൾ മാത്രം കുരിശോളം എത്തുന്ന യാത്രയിൽ ഈശോയ്ക്ക് കൂട്ടു നടക്കുന്നത് കാണണം. മറ്റുള്ളവരെല്ലാവരും ചിതറിപ്പോയപ്പോഴും ദൈവാനുഭവം ഉണ്ടായ ഒരു ശിഷ്യൻ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് കാണണല്ലേ. ദൈവത്തെക്കുറിച്ച് അറിയാനല്ല, ദൈവത്തെ അറിഞ്ഞ മനുഷ്യരുടെ കരുത്തിനെ കുറിച്ചാണ് പറയണത്. അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടട്ടെ നമ്മുടെ പേരുകളുമെന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു.